നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുമായി സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നൊരു പ്രതികരണം. ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് മറ്റാരുമില്ല, പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് ഇത്തരത്തിലൊരു ആശങ്ക മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയുമായി സമ്പൂർണ്ണ യുദ്ധത്തിന് ഇനി ഒരു സാധ്യതയുണ്ട്, അത് തള്ളിക്കളയാനാകില്ല എന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറയുന്നത്. ഇതിനാൽ രാജ്യം ജാഗ്രതയിലാണ് എന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം. ഇന്ത്യയെ ഒരു തരത്തിലും അവഗണിക്കാനാകില്ല. അതായത് ഇന്ത്യയുടെ ശക്തി പാകിസ്ഥാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ ഒരു തരത്തിൽ അവഗണിക്കാൻ കഴിയില്ല എന്ന ഒരു അഭിപ്രായത്തിലേക്ക് പാകിസ്ഥാൻ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി തയ്യാറെടുപ്പ്, ഒരു യുദ്ധമുണ്ടായാൽ അതിനെങ്ങനെ നേരിടണം, അതിനു വേണ്ടിയിട്ടുള്ള പരമാവധി തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയാണ്. വളരെയധികം ജാഗ്രതയിലുമാണ് പാകിസ്ഥാൻ ആയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നടക്കം ആക്രമണങ്ങൾ തുടരാൻ ഇന്ത്യക്ക് കഴിയും. അതൊരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നും ഖ്വാജ ആസിഫ് പ്രതികരിച്ചു. ഒരിക്കലും ഇന്ത്യയെ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ഖ്വാജ ആസിഫിന്റെ പ്രതികരണം. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളോ അതിക്രമങ്ങളോ ഇന്ത്യ നടത്താൻ സാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇസ്ലാമാബാദ് പൂർണ്ണ ജാഗ്രതയിലായിരിക്കണമെന്നും പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനെ 88 മണിക്കൂർ നീണ്ട ട്രെയിലർ എന്ന് ഇന്ത്യൻ കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിശേഷിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ ഒരു ട്രെയിലറാണ്, അങ്ങനെയെങ്കിൽ ഇനി അത് യഥാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ സംഹാര രൂപത്തിലുള്ള ബാക്കി പത്രം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊരു സൂചന പാകിസ്ഥാൻ ഇന്ത്യ നൽകി കഴിഞ്ഞു. അപ്പോഴാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി, അതായത് ഏത് നിമിഷം വേണമെങ്കിലും അതിനുള്ള സാധ്യതയുണ്ട്, ഇന്ത്യയുമായുള്ള യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊരു ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിന് ഇസ്ലാമാബാദ് ശ്രമിച്ചാൽ അതിശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും കരസേന മേധാവിയുടെ മുന്നറിയിപ്പ്. രാജ്യത്തിന് നേരെയുള്ള അഫ്ഗാൻ ആക്രമണങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഒരു സാഹചര്യത്തിലും ഇന്ത്യയെ അവഗണിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല. അതിർത്തി ലംഘനങ്ങളോ ആക്രമണങ്ങളോ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധമോ ശത്രുതാപരമായ തന്ത്രങ്ങളോ തള്ളിക്കളയാൻ എൻ്റെ വിശകലനം അനുസരിച്ച് സാധിക്കുന്നില്ല. നാം പൂർണ്ണ ജാഗ്രത പാലിക്കണമെന്നും പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞു. പാകിസ്ഥാനിൽ നടന്ന 2 ചാവേർ ആക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാൻ പൗരന്മാരാണെന്ന് ആരോപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിരോധ മന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. സഖ്യകക്ഷികളായിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുകയാണ്. രാജ്യത്തെ ആക്രമിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളെ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം പിന്തുണയ്ക്കുന്നുവെന്ന ആരോപണവും പാകിസ്ഥാൻ ആവർത്തിച്ച് പറയുകയുണ്ടായി. അതേസമയം കഴിഞ്ഞ ആഴ്ച ഇസ്ലാമാബാദിലെ ഒരു കോടതിക്ക് പുറത്ത് പോലീസ് പട്രോളിംഗ് സംഘത്തിന് സമീപം ഒരു ചാവേർ സ്വയം പൊട്ടിത്തെറിച്ച് 12 പേർ കൊല്ലപ്പെടുകയും 27ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നിൽ ഇന്ത്യയാണ് എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. ഇസ്ലാമാബാദിലെ മാരകമായ ചാവേർ ആക്രമണം പാകിസ്ഥാന് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് എന്നാണ് ഇപ്പോൾ ആസിഫും പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ഇന്ത്യ അത് തള്ളിയിരുന്നു, ഇന്ത്യയല്ല ആ ഒരു ആക്രമണത്തിന് പിന്നിലെന്ന്. എന്നാൽ പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇന്ത്യയാണ് കോടതി സമീപത്തുണ്ടായ ആ ഒരു ചാവേർ ആക്രമണത്തിന് പിന്നിലെന്നാണ്. പാകിസ്ഥാൻ ഇപ്പോൾ യുദ്ധസമാനമായ സാഹചര്യത്തിലാണെന്നും പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞു വയ്ക്കുമ്പോൾ എത്രമാത്രം ആശങ്കയുണ്ട്, എത്രമാത്രം ഭയമുണ്ട് ഇന്ത്യയെ അവർക്ക് എന്നത് ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും ആരോപിച്ചിരുന്നു. ഇന്ത്യൻ പിന്തുണയുള്ള ഭീകര സംഘടനകൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. അതേസമയം സ്വന്തം പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇന്ത്യക്കെതിരെ വ്യാജമായി കഥകൾ മെനയുന്ന പാകിസ്ഥാന്റെ തന്ത്രമാണിതെന്നായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇത്തരമൊരു നീക്കം പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാണ് ഷെരീഫിന്റെ പരാമർശത്തോടെ ഇന്ത്യ പ്രതികരിച്ചത്. പാക് പ്രധാനമന്ത്രിയുടെ ആരോപണത്തെ നിരാശാജനകമായ വഴിതിരിച്ചുവിടൽ തന്ത്രം എന്നായിരുന്നു ഇന്ത്യ വിശേഷിപ്പിച്ചത്. സമനില തെറ്റിയ പാകിസ്ഥാൻ നേതൃത്വം ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതവും തെളിവില്ലാത്തതുമായ ആരോപണങ്ങളെ ഇന്ത്യ തള്ളിക്കളയുന്നുവെന്നും പറഞ്ഞു. രാജ്യത്തിനകത്ത് അരങ്ങേറുന്ന സൈനിക പ്രേരിതമായ ഭരണഘടന അട്ടിമറിയിൽ നിന്നും അധികാരം പിടിച്ചെടുക്കലിൽ നിന്നും പൊതുജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഇന്ത്യക്കെതിരെ വ്യാജമായ കഥകൾ മെനയുന്നത് പാകിസ്ഥാന്റെ പതിവ് തന്ത്രമാണെന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിലൂടെ കുറ്റപ്പെടുത്തിയത്. എന്തായാലും പാകിസ്ഥാൻ ഇത്തരത്തിലൊരു ഭയത്തിലായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രതികരണങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. അതേസമയം ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാം.
ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. വിദേശത്തുള്ള ഭീകരർ ഇന്ത്യയിലുള്ളവരെ നിരന്തരം ബന്ധപ്പെട്ടതായാണ് വിവരം. പാക് അധീന കശ്മീർ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഫോൺ കോളുകൾ എത്തിയിരുന്നു. ഭീകരർ തുടങ്ങിയ ടെലഗ്രാം ഗ്രൂപ്പിൽ പിടിയിലായവരും അംഗങ്ങളാണ്. കസ്റ്റഡിയിലുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി അന്വേഷണ സംഘം വ്യക്തമാക്കി. അതേസമയം ചെങ്കോട്ട സ്ഫോടന കേസിൽ ഉമർ നബിയുമായി ബന്ധമുള്ള കൂടുതൽ പേരെ കണ്ടെത്താൻ NIA നീക്കം നടത്തുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഉമർ നബി ഫോണിൽ ബന്ധപ്പെട്ടവരെ കണ്ടെത്താനാണ് അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നത്. കൂടാതെ അൽഫല സർവകലാശാലയിൽ ഡോക്ടർമാർ അടക്കമുള്ള 200 ജീവനക്കാർ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണെന്നും ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കി. ചെങ്കോട്ട സ്ഫോടനത്തിന് ശേഷം ക്യാമ്പസിൽ നിന്ന് പോയവരെ കണ്ടെത്താനുള്ള അന്വേഷണവും ഊർജിതമായി തന്നെ തുടരുകയാണ്. അതേസമയം ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്ന ഭീകരവാദ ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ പങ്ക് വെളിപ്പെടുത്തി പാക് നേതാവ് ചൗധരി അൻവറുൽ ഹഖ്. ചെങ്കോട്ട മുതൽ കശ്മീരിലെ വനങ്ങളിൽ വരെ കടന്നുചെന്ന് ഭീകര സംഘടനകൾ ഇന്ത്യയെ ആക്രമിച്ചു എന്നായിരുന്നു ഹഖിന്റെ പരാമർശം. പാക് പാർലമെന്റിലെ ഹഖ് സംസാരിക്കുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിന്റെ മറ്റൊരു കുറ്റസമ്മതമാണിതെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞത്. നിങ്ങൾ ബലൂചിസ്ഥാനെ രക്തത്തിൽ മുക്കുന്നത് തുടർന്നാൽ ഞങ്ങൾ ഇന്ത്യയെ ചെങ്കോട്ട മുതൽ കശ്മീരിലെ വനങ്ങൾ വരെ ആക്രമിക്കുമെന്ന് താൻ മുൻപ് പറഞ്ഞിരുന്നുവെന്നും ഞങ്ങളത് ചെയ്തുവെന്നും അവർക്കിപ്പോഴും മൃതദേഹങ്ങൾ എണ്ണിത്തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് ഹഖ് തന്റെ വീഡിയോയിൽ പറയുന്നത്. അതായത് നവംബർ 10-ാം തീയതി ഉണ്ടായ കാർ സ്ഫോടനത്തെക്കുറിച്ചുള്ള ചെങ്കോട്ടയെക്കുറിച്ചുള്ള പരാമർശമാണ് ഹഖ് ഉന്നയിച്ചതെന്ന് വ്യക്തം. ഈ ആക്രമണത്തിൽ 14 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് പോലീസ് ഫരീദാബാദിൽ തകർത്ത ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള വൈറ്റ് കോളർ ഭീകരവാദ സംഘത്തിലെ അംഗമായിരുന്നു ആക്രമണത്തിന്റെ സൂത്രധാരനായ ഡോക്ടർ ഉമർ മുഹമ്മദ്. ഹഖിന്റെ കശ്മീരിലെ വനങ്ങൾ എന്ന പരാമർശം ഏപ്രിലിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ നടന്ന ഭീകരാക്രമണത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ വെടിയുണ്ട ആക്രമണത്തിൽ 26 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആയുധധാരികളായ ആളുകൾ ഡൽഹിയിൽ പ്രവേശിച്ച് ആക്രമണം നടത്തുകയും ചെയ്തു. അവർ ഇതുവരെ എല്ലാ മൃതദേഹങ്ങളും എണ്ണി തീർത്തിട്ടുണ്ടാകില്ല എന്നും ഹഖ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.